السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായി റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിസ്കാരം ഖളാ ഉള്ളവരുടെ തറാവീഹ് നിസ്കാരത്തെ സംബന്ധിച്ചാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വഖ്ത് നിസ്കാരം നിർബന്ധമാണല്ലോ. അത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു പരമാർത്ഥമാണ്, ഒരു യഥാർത്ഥ വസ്തുതയാണ്. ഫർള് നിസ്കാരം ഖളാ ഉള്ളവൻ ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഫർള് നിസ്കാരം ഖളാ ആക്കി കഴിഞ്ഞാൽ, അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഖളാ വീട്ടുക എന്നുള്ളത് അത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. പരിധി വിടാത്ത ഉറക്കം, അതുപോലെ തന്നെ മറവി, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൂടാതെ, ഈ ഒരു 2 കാരണങ്ങൾ കൂടാതെ ഖളാ ആയതും കാരണത്തോടെ ഖളാ ആയതും ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. അത് നിർബന്ധമായും അത് മടക്കി നിസ്കരിക്കണം, ഖളാ വീട്ടണം. അത് മാത്രല്ല, കാരണം കൂടാതെ നിസ്കാരം ഖളാ ആക്കിയവന് സുന്നത്ത് നിസ്കാരവും അതുപോലെ തന്നെ സുന്നത്തായിട്ടുള്ള മറ്റ് കർമ്മങ്ങളും എത്രത്തോളം ഫർള് കിഫയായിട്ടുള്ള മയ്യത്ത് നിസ്കാരം പോലെയുള്ളത്, അതുപോലെ തന്നെ പത്രവായന, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുമായി, നമ്മുടെ കൂട്ടുകാരുമായി സൊറ പറഞ്ഞിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഹറാമാണ്. അത് വലിയ പാപമാണ്, വൻ കുറ്റമാണ്. അത്തരം സമയങ്ങളിൽ മുഴുവനും നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. ആ ഒഴിഞ്ഞു കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയുള്ള നിസ്കാരം ഖളാ വീട്ടുക എന്നുള്ളത് അത് നിർബന്ധമാണ്. നിർബന്ധമായിട്ടുള്ള സമയം മറ്റൊന്നിൽ ചിലവഴിച്ചതാണ് മുമ്പ് വിവരിച്ച കാര്യങ്ങൾ ഹറാമാകാനുള്ള കാര്യം. അതിനുള്ള കാരണതാണ് നിർബന്ധമായിട്ട് ഖളാ വീട്ടാൻ ഉപയോഗിക്കേണ്ട സമയത്ത് മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അത് ഹറാമാണ്. ഖളാ വീട്ടിയ ശേഷം തൗബയും ചെയ്യാം. നിസ്കാരം ഖളാ വീട്ടിയാൽ മാത്രം പോരാ, ആ ഖളാ ആക്കിയത് വലിയ തെറ്റാണല്ലോ. ആ നിലക്ക് അവൻ തൗബയും ചെയ്യാം. ഈ പരിശുദ്ധമായ റമളാനിൽ നാം ഒരു കാര്യം ചിന്തിക്കണം. നമുക്ക് പ്രായം തികഞ്ഞ ശേഷം, പ്രായപൂർത്തിയായ ശേഷം, അതായത് 15 വയസ്സായാൽ എല്ലാവർക്കും പ്രായപൂർത്തിയാവും. അതിന്റെ മുമ്പ് മനിയ് പുറപ്പെട്ടാലും സ്ത്രീകൾക്ക് ആർത്തവമുണ്ടായാലും പ്രായം തികയും. അങ്ങനെ ചുരുക്കി പറഞ്ഞ പ്രായപൂർത്തിയായതിനു ശേഷം വല്ല ഫർള് നിസ്കാരം ഖളാ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ഉണ്ടെന്നുള്ള മറുപടിയാണ്, ഉണ്ടെന്നാണ് നമുക്ക് മനസ്സ് പറയുന്നതെങ്കിൽ അവ മുഴുവനും ഖളാ വീട്ടിയേ മതിയാകൂ. അതിന് മറ്റൊരു പരിഹാരവുമില്ല. മറ്റൊരു പരിഹാര മാർഗം അതിനില്ല. ഒരാൾക്ക് ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ഉണ്ട്, നിരവധി നിസ്കാരങ്ങൾ ഖളാ ആയിട്ടുണ്ട്. എത്രയാണെന്ന് അറിയില്ല, എങ്കിൽ ഖളാ ആയ നിസ്കാരങ്ങൾ മുഴുവനും നിസ്കരിച്ചു എന്ന് നമുക്ക് ഉറപ്പ് വരുന്നത് വരെ ഖളാ വീട്ടിക്കൊണ്ടേയിരിക്കണം. കണക്കറിയില്ല. നമുക്ക് ഒരുപാട് നിസ്കാരങ്ങൾ ഇത്രയും കൊല്ലത്തോളം അല്ലെങ്കിൽ ഇത്രയും നിസ്കാരങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് തോന്നണം, ഞാനിപ്പോ അതൊക്കെ ഏതാണ്ട് വീട്ടി കഴിഞ്ഞു. അങ്ങനെ മനസ്സിൽ അങ്ങനെ തോന്നുന്നത് വരെ ആ നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടണം. കാരണം കൂടാതെ നിസ്കാരം ഖളാ ഉള്ളവന് സുന്നത്തായ കർമ്മങ്ങൾ, അതുപോലെ തന്നെ ഫർള് കിഫയായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ അത് മയ്യത്ത് നിസ്കാരം പോലത്തെ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ കാരണം കൂടാതെ നിസ്കാരം ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് സുന്നത്തായ കർമ്മങ്ങൾ, അതുപോലെ തന്നെ ഫർള് കിഫയായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സമയം വിശാലമായ ഫർള് ഐരായ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹറാമാണ്. ഈ കാര്യം പണ്ഡിതന്മാര് ഫുഖഹായിന്റെ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്.
റമളാനിലെ പ്രത്യേക നിസ്കാരമായ തറാവീഹ് അടക്കം എല്ലാ സുന്നത്തുകളും ഹറാമാണ്. നിസ്കാരം ഖളാ ഉള്ളവർക്ക് തറാവീഹ് അടക്കമുള്ള എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും ഹറാമാണ്. ഫർള് ഖളാ വീട്ടാൻ വേണ്ടി ചെലവഴിക്കേണ്ട സമയം അതിന് ചെലവഴിക്കാതെ മറ്റൊന്നിൽ ചെലവഴിച്ചുവെന്നുള്ളതാണ് അത് ഹറാമാകാനുള്ള കാരണം. ഫർള് ഖളാ വീട്ടാതെ വെറുതെ അലഞ്ഞിരിക്കുക അതും പറ്റൂല. ഫർള് നിസ്കാരമുള്ള ആളുകൾ സുന്നത്തുല്ല ഒന്നുമില്ല, വെറുതെ ഇരിക്കുക. അങ്ങനെ ഇരിക്കാനും പറ്റില്ല, അതും ഹറാമാണ്. ഫർള് നിസ്കാരം ഖളാ ആക്കിയവൻ അള്ളാഹുവിനോടുള്ള കടം ഉള്ളവനാണ്. അവൻ അള്ളാഹുമായി കടപ്പെട്ടവനാണ്, കടം വീട്ടാനുള്ളവനാണ്. അത് വീട്ടാതെ മറ്റൊരു അത്യാവശ്യമല്ലാത്തതിൽ ജോലിയാവരുത്, അതൊരിക്കലും പറ്റൂല. തറാവീഹ് നിസ്കരിച്ചോ എന്ന് നാളെ നാഥൻ നമ്മോട് ചോദിക്കൂല, നീ എന്തുകൊണ്ട് തറാവീഹ് നിസ്കരിച്ചില്ല എന്ന് മഹ്ശറിൽ അല്ലെങ്കിൽ പരലോകത്ത് ചെല്ലുമ്പോൾ റബ്ബ് നമ്മോട് ചോദിക്കൂല. എന്നാൽ നാളത്തെ ആദ്യത്തെ ചോദ്യം തന്നെ ഫർള് നിസ്കാരത്തെ കുറിച്ചാണ്. ഇത് നാം ഒരിക്കലും മറക്കരുത്. നിരവധി നിസ്കാരം ഖളാ ഉള്ളവര് ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലവർക്ക് അത്ര രസിച്ചു എന്ന് വരില്ല. നാളെ ആഖിറത്തില് രക്ഷപ്പെടാനാണ്. ആഖിറത്തിൽ ഇതുകൊണ്ട് രസം കിട്ടണം. ഒരു ഫർള് നിസ്കാരമെങ്കിലും ഖളാ വീട്ടാൻ കഴിഞ്ഞാൽ ആ ഒരു കടം നമ്മുടെ പിരടിൽ നിന്ന് ഒഴിവായി പോയല്ലോ എന്ന് നമുക്ക് ചിന്തിച്ച് എന്ന് മനസ്സിലാക്കി നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഖളാ വീട്ടാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുഴുവനും ഖളാ വീട്ടാൻ തീരുമാനിച്ചുകൊണ്ട് ഒരാൾ ഖളാ വീട്ടിക്കൊണ്ടിരിക്കെ അതിനിടയിൽ മരണപ്പെട്ടാൽ അത് അവന്റെ തൗബയായി അള്ളാഹു പരിഗണിക്കുമെന്ന് ഇമാമുമാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫർള് വേഗത്തില് ഖളാ വീട്ടാനുണ്ടായിട്ടും അത് ചെയ്യാതെ സുന്നത്തിൽ ജോലിയാകുമ്പോൾ പിശാച് പൊട്ടിച്ചിരിക്കുകയാണ്. ഫർള് ഖളാ വീട്ടാതെ സുന്നത്തിൽ ഏർപ്പെടുമ്പോൾ പിശാച് അത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ ഫർള് ഖളാ വീട്ടി പ്രാർത്ഥിക്കുമ്പോൾ പിശാച് കരയുമത്രേ. അവനെ നമുക്ക് കരയിപ്പിക്കണം. അത്യാവശ്യ ഉറക്കം, തന്റെയും ആശ്രിതരുടെയും ചിലവിന് വഴി തേടൽ, മറ്റു നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യൽ എന്നിവയല്ലാത്തതിലേക്ക് സമയം ചെലവഴിക്കൽ, വേഗത്തിൽ ഖളാ വീട്ടേണ്ട നിസ്കാരങ്ങൾ ഉള്ളവന് അത് വൻ കുറ്റമാണ്. ഈ വസ്തുത നാം ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് നിസ്കാരം ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നാം ഖളാ വീട്ടണം. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. ഇവിടെ ഇനി ഒരു ചോദ്യം, കാരണം കൂടാതെ നിസ്കാരം ഖളാ ആക്കിയവൻ പള്ളിയിലെത്തിയപ്പോൾ അവിടെ സാധാരണ ജമാഅത്ത് നിസ്കാരം നടക്കുകയാണ്. ഇയാൾ അതിൽ പങ്കെടുക്കുകയാണോ വേണ്ടത്, അതോ തന്റെ നിസ്കാരം ഖളാ വീട്ടുകയാണോ വേണ്ടത്? അതൊരു ചോദ്യമാണ്. അതിന് മറുപടിയായി പറയുമ്പോൾ ഖളാ വീട്ടുകയാണ് വേണ്ടത്. പ്രസ്തുത ജമാഅത്തില് പങ്കെടുക്കൽ അയാൾക്ക് ഹറാമാണ്. അതുപോലെ തന്നെ മറ്റൊരു സംശയം, കാരണം കൂടാതെ നിരവധി നിസ്കാരങ്ങൾ ഖളാ ആക്കിയ വ്യക്തി തന്റെ അത്യാവശ്യ സമയമല്ലാത്ത മുഴുവൻ സമയവും ഖളാ വീട്ടാനായി മാറ്റിവെച്ച് ഖളാ വീട്ടണമെന്ന് നമുക്ക് വ്യക്തമായാലോ. എന്നാൽ ഖളാ വീട്ടാതെ കുറെ സുന്നത്തായ കാര്യങ്ങൾ നിർവഹിച്ചു, അതിന് പ്രതിഫലം ലഭിക്കുമോ? അതിനുള്ള മറുപടി, ആ കർമ്മങ്ങൾ ഹറാമായ സമയത്താണ് നിർവഹിച്ചത്, എന്നാലും പ്രതിഫലം ലഭിക്കുമെന്ന അഭിപ്രായമുണ്ട്. ഏതായാലും അല്ലാഹു തആല നമുക്ക് പ്രതിഫലം തരട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ഹറാമായ സമയത്ത് ചെയ്തത് കൊണ്ട് പ്രതിഫലം ലഭിക്കില്ലെന്നും നിരവധി പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ട നിസ്കാരങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഖളാ വീട്ടാം. പലർക്കും നിരവധി ഫർള് നിസ്കാരങ്ങളാണ് ഖളാ ആയിട്ടുണ്ടാകുക. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ട നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടാം. പലർക്കും നിരവധി ഫർള് നിസ്കാരങ്ങളാണ് ഖളാ ഉള്ളത്. അവര് സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുന്നതിന് പകരം ഫർള് ഖളാ വീട്ടാൻ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി പള്ളിയിലെത്തുമ്പോൾ നമ്മൾ തറാവീഹിന് പോകുമ്പോൾ തറാവീഹ് നിസ്കരിക്കുന്നവരൊക്കെ എന്താ ചെയ്യേണ്ടത്? അവര് തറാവീഹ് നിസ്കരിക്കുമ്പോൾ അവര് സുബഹിന്റെ നിയ്യത്ത് ചെയ്ത് അവരെന്ത് ചെയ്യണം? സുബഹി ഖളാ വീട്ടണം. തറാവീഹ് ജമാഅത്ത് നടക്കുമ്പോൾ ആ ജമാഅത്തിൽ നമ്മൾ തുടരുമ്പോ നമ്മൾ എന്ത് ചെയ്യുക? സുബഹിന്റെ നിയ്യത്ത് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക? സുബഹി ഖളാ വീട്ടുക. അപ്പൊ പറഞ്ഞു വരുന്നത്
നിസ്കാരങ്ങൾ ഖളാ ഉള്ളവര് പള്ളിയിൽ പോകുമ്പോ അവിടെ തറാവീഹ് നിസ്കാരത്തിൽ കൂടൽ ഹറാമാണ്, തറാവീഹ് നിസ്കരിക്കൽ ഹറാമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ഇനി അവരെന്താണ് ചെയ്യേണ്ടത്? ഈ തറാവീഹ് എന്ന് പറയുമ്പോൾ അത് ഈ രണ്ട് റക്അത്തായിട്ടുള്ള നിസ്കാരമാണല്ലോ. അപ്പൊ 2 റക്അത്തുള്ള നിസ്കാരമാണ് സുബഹി. അപ്പോ ഓരോ ഈ 2 റക്അത്ത് തറാവീഹിനോടൊപ്പം നാം തുടർന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ 2 റക്അത്തായിട്ടുള്ള ആ ഒരു സുബഹി നാം എന്ത് ചെയ്യണം? ഖളാ വീട്ടണം. അത് അനുവദനീയമാണ്. അപ്പൊ ഇമാമിന്റെ തറാവീഹ് 20 റക്അത്ത് പൂർത്തിയാകുമ്പോ ഖളാ ഉള്ളവന്റെ 10 സുബഹി എന്ത് ചെയ്യും? ഖളാ വീട്ടാൻ കഴിയും. സുബഹിയിലെ പ്രസിദ്ധ ഖുനൂത്ത് ഓതണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു പ്രാർത്ഥന ആയാലും ഖുനൂത്തിന്റെ അടിസ്ഥാന സുന്നത്ത് അതുകൊണ്ട് ലഭിക്കും. ഇതാണ് ഫത്തുൽ മുഈനിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അല്ലാഹുമ്മ ഗഫിർലി എന്ന് മാത്രം പറഞ്ഞാലും എന്താകും? ഖുനൂത്ത് ഓതിയതിന്റെ കൂലി കിട്ടും. നിസ്കാരം ഖളാ വീട്ടാത്തവന് ശക്തമായ ശിക്ഷയാണുള്ളത്. ഒക്കെ നമുക്കറിയാം. ഖളാ വീട്ടി ആ ബാധ്യത ഒഴിവാക്കുക. ഖളാ വീട്ടിയിട്ട് ഖളാ ആക്കിയതിന്റെ പേരിൽ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. കാരണം കൂടാതെ നിസ്കാരം ഖളാ ആക്കല് അത് സാധാ ഹറാമല്ല, അത് വൻദോഷ. ഇത്ര നിസ്കരിക്കുന്ന ഇമാമിനെ തുടർന്നും സുബഹി ഖളാ വീട്ടാം. ഇത്തിരി ഒരു റക്അത്ത് ഇമാമ് നിസ്കരിക്കുമ്പോ ഇമാമ് സലാം വീട്ടിയ ശേഷം ഒരു റക്അത്ത് മസ്ബൂഖായി എന്ത് ചെയ്യണം? എണീറ്റ് നിന്ന് ആ ഒരു റക്അത്ത് എന്ത് ചെയ്യണം? പൂർത്തിയാക്കണം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. സുബഹിന്റെ നിയ്യത്ത് മാത്രമേ അപ്പൊ വെക്കാൻ പറ്റുള്ളൂ. തറാവീനോട് തുടർന്ന് നിസ്കരിക്കുമ്പോ അതിനോട് കൂടെ എന്റെ സുബഹി നിസ്കാരം 2 റക്അത്ത് ഞാൻ ഖളാ വീട്ടുന്നു എന്നുള്ള ആ ഒരു നിയ്യത്ത് മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ. 2 കൂടെ നിയ്യത്ത് ചെയ്യാൻ പാടില്ല. തറാവീഹും സുബഹിയും കരുതാൻ പാടില്ല. അങ്ങനെ കരുതിയ 2 നിസ്കാരവും എന്താവൂല? സ്വഹീഹാവൂല. അപ്പോ ഹഖനുസരിച്ച് അമലുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.